Dakshina learning team-based approach വേറൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് UN Climate Action Summit ആണ്. UN Climate Action Summit ഓർഗനൈസ് ചെയ്യുന്നത് UNGA ആണ്, യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ആണ്. ആൻഡ് ഇതിൽ ഇവരെന്താണ് ചെയ്തിരിക്കുന്നത് നോക്കുക. It give impetus to the commitment made under the Paris Agreement on Climate Change. Paris Agreement on Climate Change എന്തായിരുന്നു നമുക്കറിയാം. നമ്മൾ 2 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഐഡിയലി 1.5 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളൊരു ഗോൾ വെച്ചിട്ടുണ്ട്. സോ അതിനൊരു ഇംപീറ്റസ് കൊടുക്കുക, അതിന് കുറച്ചും കൂടെ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ് എന്തിന്റെ എയിം എന്ന് പറയുന്നത്. നമ്മുടെ UN Climate Action Summitന്റെ എയിം വിച്ച് ഈസ് അണ്ടർ UNGA. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. UNGA അണ്ടറിലാണ് വരുന്നത്. UN Climate Action Summit is not under UNFCCC. Okay, so next one is the IPCC. IPCC എന്ന് പറയുന്നത് ഒരു UN ബോഡിയാണ്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതൊരു UN ബോഡിയാണ്. ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ദേ കണ്ടക്ട് ദി scientific reports. They do not conduct a scientific report, they publish reports. Scientific reports ഇവർ പബ്ലിഷ് ചെയ്യും. പല സോഴ്സിൽ നിന്ന് എടുത്ത റിസർച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് they have a report. ആൻഡ് ആ റിപ്പോർട്ടാണ് 6th അസസ്മെന്റ് റിപ്പോർട്ട്, 5th അസസ്മെന്റ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് 6th അസസ്മെന്റ് റിപ്പോർട്ടാണ്. അല്ല 6th അസസ്മെന്റ് റിപ്പോർട്ടിലെ സിന്തസിസ് റിപ്പോർട്ട് ഉണ്ട്. ദെൻ യു ഹാവ് എ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. സോ ഇതാണ് IPCC ചെയ്യുന്നത്. ആൻഡ് IPCC ഡസ് നോട്ട് കണ്ടക്ട് ഇറ്റ്സ് ഓൺ റിസർച്ച്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെതായ റിസർച്ച് കണ്ടക്ട് ചെയ്ത് അത് അങ്ങനെയല്ല അത് എക്സ്പ്ലനേഷൻ നടക്കുന്നത്. ദേ have a report, they publish a report based on the research they collected from various sources. Various governmental and non-governmental organizations conduct ചെയ്യുന്ന റിസർച്ചിന്റെ ബേസിസിലാണ് ഇവർ എന്ത് പബ്ലിഷ് ചെയ്യുന്നത്, അവരുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ UNEP ആൻഡ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഇൻ 1988. 1988 WMOയും UNEPും കൂടെ ഉണ്ടാക്കുന്ന ഒരു UN ബോഡിയാണ്, ഫൗണ്ട് ചെയ്യുന്ന ഒരു UN ബോഡിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ IPCC എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ UN ബോഡി. ദെൻ WMO ആൻഡ് UNDP ആണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. UNEP ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് എ റിപ്പോർട്ട് ഓഫ് റിസർച്ച് ഓഫ് ഇറ്റ്സ് ഓൺ. ആൻഡ് 6th അസസ്മെന്റ് റിപ്പോർട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട്. WMO എന്ന് പറയുന്നത് UNന്റെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് വിച്ച് വാസ് ഫൗണ്ടഡ് ഇൻ 1950s. 1950ലാണ് എന്ത് ചെയ്യുന്നത് WMO വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഫെസിലിറ്റേറ്റ് ദി ഫ്രീ ആൻഡ് അൺറിസ്ട്രിക്റ്റഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് വെദർ, ക്ലൈമറ്റ് ആൻഡ് വാട്ടർ ഡേറ്റ എമോങ് ദി 193 കൺട്രീസ്. 193 കൺട്രീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആൻഡ് അൺറിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നതാണ് WMOന്റെ എയിം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് അവർക്ക് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഗ്ലോബൽ ബേസിക് ഒബ്സർവിംഗ് നെറ്റ്വർക്ക് എന്ന് പറയും, GBON. ഇതെന്താ പറയുന്നത്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള വെതറും ക്ലൈമറ്റ് ഒബ്സർവേഷൻസും എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് എന്ത് ഗ്ലോബൽ ബേസിക് ഒബ്സർവിംഗ് നെറ്റ്വർക്ക്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്ത ഒരു പർട്ടിക്കുലർ ഫൈനാൻസിങ് ഫെസിലിറ്റിയാണ് എന്ത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ് ഫൈനാൻസിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിലും സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിലും എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അതനുസരിച്ച് പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റീസ് കൊണ്ട് ഇവർ എയിം ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു? ഒന്ന് ഗ്ലോബൽ ബേസിക് ഒബ്സർവിംഗ് നെറ്റ്വർക്കും, 2 സിസ്റ്റമാറ്റിക് ഒബ്സർവിംഗ് ഫൈനാൻസിങ് ഫെസിലിറ്റി. ആൻഡ് WMOയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പബ്ലിക്കേഷൻസ് ഉണ്ട് വിച്ച് ഇസ് സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ. ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ എന്താ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, നൈട്രസ് ഓക്സൈഡ് ഇതിൻ്റെയൊക്കെ ഒരു വർഷത്തെ ആനുവലി ഉള്ള എമിഷൻ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് റിപ്പോർട്ട്, അതിൻ്റെ ഒരു ഡേറ്റ കൊടുക്കുന്നതാണ് ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ്റെ ചെയ്യുന്നത്. എയർബോൺ ഡസ്റ്റ് ബുള്ളറ്റിൻ എന്ന് പറയുന്നത് ഡസ്റ്റ് സ്റ്റോം, വിൻഡ് സ്റ്റോം, സാൻഡ് സ്റ്റോം ഇതൊക്കെയല്ലേ, ഈ സ്റ്റോം കാരണം ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇത് കാരണം ഉണ്ടാകുന്ന ലാൻഡ് ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അത് അഗ്രികൾച്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഹ്യൂമൻ എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ച അതിൻ്റെ ഒരു അനാലിസിസ് ആയിട്ടുള്ളൊരു ഡേറ്റ റിപ്പോർട്ടാണ് എന്ത് എയർബോൺ ഡസ്റ്റ് ബുള്ളറ്റിൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ദെൻ യു ഹാവ് ദി സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് സർവീസസ് റിപ്പോർട്ട്, സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ വാട്ടർ റിസോഴ്സ്, ഗ്ലോബൽ സ്റ്റാറ്റസ് ഓഫ് മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റം. ഏർലി വാർണിംഗ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയാം, എന്തൊക്കെയാണ് ഹസാർഡ്സ് ഉള്ളത്, അതിന്റെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതൊക്കെ എല്ലാ കൺട്രീസിലും എത്രത്തോളം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതെല്ലാം അവിടെ ഉണ്ടോ ഇല്ലയോ, അതിന്റെ ഒരു സ്റ്റാറ്റസ് ആണ് എന്തിൽ പറയുന്നത് ഗ്ലോബൽ സ്റ്റാറ്റസ് ഓഫ് മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റത്തിൽ പറയുന്നത്. Then United Insights Hydromet Gap Report. ഈ പറയുന്നില്ലേ പ്രൊമോട്ടിംഗ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഓൺ അറ്റ്മോസ്ഫിയറിക് സയൻസ്, ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി ആൻഡ് ജിയോഫിസിക്സ്. ഇതൊന്ന് കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്നതാണ് എന്താ ഹൈഡ്രോമെറ്റ്.
ഹൈഡ്രോമെറ്റ്. ഈ ഹൈഡ്രോമെറ്റ് ഗ്യാപ്പ് റിപ്പോർട്ട് ഇസ് ലൈക്ക് ആൻ എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട്. അതായത് എത്രത്തോളം അച്ചീവ് ചെയ്തു, എത്രത്തോളം ഷോർട്ട് ഫോൾ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഷോർട്ട് ഫോൾ എത്രയാണ്, ആ ഒരു ഗ്യാപ്പ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റിപ്പോർട്ടാണ് എന്ത്, നമ്മുടെ ഹൈഡ്രോമെറ്റ് ഗ്യാപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും IRENAയും കൂടെ, റിന്യൂവബിൾ എനർജി ഏജൻസിയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിന്യൂവബിൾ എനർജി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ WMOയുടെ പബ്ലിക്കേഷൻസ്. ഇനിയും ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ ആ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. Then you come to the most important one, which is climate funds. നമ്മൾ ക്ലൈമറ്റ് ഓർഗനൈസേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ വി വിൽ ഡിസ്കസ് അബൌട്ട് ക്ലൈമറ്റ് ഫണ്ട്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഫണ്ട്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അഡാപ്റ്റേഷൻ ഫണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ UNFCCC എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്തു, വിച്ച് ഇസ് എ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അണ്ടർ UNFCCC ആൻഡ് ക്യോട്ടോ പ്രോട്ടോകോൾ. ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഈ ഫണ്ട് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആൻഡ് സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ. വി ഡിസ്കസ് ബോത്ത് ദാറ്റ് വെൻ വി ഡിസ്കസ് അബൌട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ. എന്താണ് എന്ന് നമ്മൾ ആ ടൈമിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. So we finished adaptation fund. Then you have the biocarbon fund. Biocarbon fund was set up as a public private fund under the World Bank. It is managed by World Bank. World Bank manage ചെയ്യുന്ന ഒരു public private സെക്ടർ ഫണ്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബയോകാർബൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഈ ബയോകാർബൺ ഫണ്ടിൽ തന്നെ UNFCCCയുടെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിലും വേരിഫൈഡ് കാർബൺ സ്റ്റാൻഡേർഡ് പ്രോജക്ട്, ഇങ്ങനെ വരുന്ന രണ്ട് പ്രോജക്ട്സിലാണ് ഇവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒന്ന് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തിൽ വരുന്ന പ്രോജക്ട്സ് വരുമല്ലോ, അതിനെ ഫണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന സ്ട്രാറ്റജിക് ആയിട്ടുള്ള വേരിഫൈഡ് കാർബൺ സ്റ്റാൻഡേർഡ് പ്രോജക്ട്സിലാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്, ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ 2012 വരെയാണ് ഇങ്ങനത്തെ പ്രോജക്ട്സ് ഇവർ ഫണ്ട് ചെയ്തത്. അത് 2012 എൻഡ് ചെയ്തു. സ്റ്റാർട്ടിംഗ് ഫ്രം 2013 ബയോകാർബൺ ഫണ്ട് was basically for land യൂസിന്റെയും ലാൻഡ് പാറ്റേണിന്റെ സസ്റ്റൈനബിൾ ആണോ, ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിന്റെ ഫൈനാൻസിങ് മെക്കാനിസം ആണ് എന്ത് നോക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ബയോകാർബൺ 2013 തൊട്ട് ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എ ന്യൂ ഇനിഷ്യേറ്റീവ് ടു സപ്പോർട്ട് ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ്, നെയിംലി ദ ഇനിഷ്യേറ്റീവ് ഫോർ സസ്റ്റൈനബിൾ ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ്. സസ്റ്റൈനബിൾ ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ഇനിഷ്യേറ്റീവ് ഫോർ സസ്റ്റൈനബിൾ ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ കീഴിൽ വരുന്ന പ്രോജക്ട്സിനാണ് ഇപ്പം ബയോകാർബൺ ഫണ്ട് ഫൈനാൻസ് ചെയ്യുന്നത്. So it is developed to land use. Its objective is to restore and protect ecosystem and support the land transformation. So that's what biocarbon fund is for you. Then you have a climate investment fund. Climate investment fund എന്ന് പറയുന്നത് it is administered by World Bank. World Bank തന്നെയാണ് ഇതും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫണ്ടാണ് ഇതിന് കീഴിൽ വരുന്നത്. ഒന്ന് ക്ലൈമറ്റ് ടെക്നോളജി ഫണ്ടും രണ്ടാമത്തത് സ്ട്രാറ്റജിക് ക്ലൈമറ്റ് ഫണ്ടും. എന്താണ് ഈ ക്ലൈമറ്റ് ടെക്നോളജി ഫണ്ടും എന്താണ് ഈ സ്ട്രാറ്റജിക് ക്ലൈമറ്റ് ഫണ്ട് എന്ന് അറിയണമെങ്കിൽ എന്താണ് ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയണം. ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് വിച്ച് ഈസ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻസ്. ക്ലൈമറ്റ് ആക്ഷൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ക്ലൈമറ്റ് ആക്ഷൻസ് ഇൻ ഡെവലപ്മെന്റ് കൺട്രീസ്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നൽകുക എന്നതാണ് ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. മെയിൻ ആയിട്ട് റിസൈലിയൻസ് ആണ് ഇവർ, ലോ കാർബൺ ആൻഡ് ക്ലൈമറ്റ് റിസൈലിയൻസ് ഡെവലപ്മെന്റിനാണ് ഇവരെ എയിം ചെയ്യുന്നത്. എന്തിനാണ്? ലോ കാർബൺ ആൻഡ് ക്ലൈമറ്റ് റിസൈലിയൻസ് പ്രോജക്ട്സിനാണ് ഇവര് ഊന്നൽ നൽകുന്നത്. സോ ഈ ലോ കാർബൺ ആൻഡ് ക്ലൈമറ്റ് റിസൈലിയൻസ് ഡെവലപ്മെന്റിനാണ് ക്ലീൻ ടെക്നോളജി ഫണ്ട് എന്ത് ചെയ്യുന്നത്, ഫൈനാൻസ് ചെയ്യുന്നത്. ക്ലീൻ ടെക്നോളജി ഫണ്ട് ഫൈനാൻസ് ചെയ്യുന്നത് ക്ലീൻ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസും പ്രോജക്ട്സിനും ഒക്കെയാണ് എന്ത് ഫൈനാൻസ് ചെയ്യുന്നത്, ക്ലീൻ ടെക്നോളജി ഫണ്ട് ഫണ്ട് ചെയ്യുന്നത്. പക്ഷെ ലോ കാർബൺ ആൻഡ് ക്ലൈമറ്റ് റിസൈലിയന്റ് ഡെവലപ്മെന്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മെയിൻ എയിമില്ലേ അതിനെ ഫണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രാറ്റജിക് ക്ലൈമറ്റ് ഫണ്ട്. ദിസ് സപ്പോർട്ട് സ്ട്രാറ്റജിക് പ്രോഗ്രാം ഫോർ ക്ലൈമറ്റ് റിസൈലിയൻസ് ആൻഡ് ലോ കാർബൺ ഡെവലപ്മെന്റ്. സോ എന്താണ് ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്? അതൊരു മൾട്ടിലാറ്ററൽ ഫണ്ടാണ് വിച്ച് ഇസ് മാനേജ്ഡ് ബൈ ദി വേൾഡ് ബാങ്ക് ആൻഡ് this support climate action in developing countries. രണ്ട് ഫണ്ടാണ് വരുന്നത്, ക്ലീൻ ടെക്നോളജി ഫണ്ടും രണ്ടാമത്തെ സ്ട്രാറ്റജിക് ക്ലൈമറ്റ് ഫണ്ടും. ക്ലീൻ ടെക്നോളജി ഫണ്ട് എന്താ? ക്ലീൻ ടെക്നോളജീസ് ആയിട്ടുള്ള പ്രോജക്ട്സിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കൺട്രീസിന് വേണ്ടിയിട്ട് ഫൈനാൻസിങ് കൊടുക്കുക. ആൻഡ് സ്ട്രാറ്റജിക് ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് പ്രോഗ്രാം ഫോർ ക്ലൈമറ്റ് റിസൈലിയൻസ് ആൻഡ് ലോ കാർബൺ ഡെവലപ്മെന്റ് പ്രോജക്ട്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ പ്രോജക്ട്സിന് ഫൈനാൻസ് കൊടുക്കുന്നു. സോ ഇതാണ് ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ ഒരു സൺസെറ്റ് ക്ലോസ് ഉണ്ട്. അതായത് ഇത് പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് വിൽ കണ്ടിന്യൂ ടിൽ UNFCCC പുതിയൊരു ഫൈനാൻഷ്യൽ മെക്കാനിസം കൊണ്ടുവരുന്നത് വരെ ആയിരിക്കും ഈ ഒരു ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മൂവ് ചെയ്യുന്നത്. ആൻഡ് വേറൊരു പുതിയൊരു ഫൈനാൻഷ്യൽ മെക്കാനിസം വരുമ്പോഴത്തേക്കും എത്രയാണോ ഈ ഫണ്ടിൽ ബാക്കി ഉണ്ടായിരിക്കുന്നത് വിച്ച് വിൽ ബി ട്രാൻസ്ഫർ ടു അനദർ ഫണ്ട് വിത്ത് ഹാവ് ദി സെയിം ഒബ്ജക്റ്റീവ് ആറ്റ് ദി CIF അതേ ഒബ്ജക്റ്റീവ് ഉള്ള ഒരു പുതിയൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഫണ്ടിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യും, ഇതിൽ വന്ന ബാക്കി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം.
ഇതാണ് സൺസെറ്റ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതുവരെ UNFCCയിൽ അങ്ങനെ ഒരു പുതിയൊരു എയിം ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ മെക്കാനിസം വന്നിട്ടില്ല, അങ്ങനെ ഒരു ക്ലൈമറ്റ് ഫണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. സോ ഇതിന് തൽക്കാലത്തേക്ക് ഇറ്റ് വാസ് സസ്പെൻഡഡ് ആൻഡ് ഇപ്പോഴും കറണ്ട് എക്സിസ്റ്റിംഗ് ഫ്രെയിംവർക്കിലാണ് ഇറ്റ് സ്റ്റിൽ ക്യാരിയിങ് ഓൺ. Next you have the Forest Carbon Partnership Facility. Forest Carbon Partnership Facilityയും വേൾഡ് ബാങ്കിന് തന്നെ ഒരു മൾട്ടി ഡോണർ ഫണ്ടാണ് ഫോർ ദി ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് എൻറ്റിറ്റീസ്. ഗവൺമെന്റിന് മാത്രമല്ല നോൺ ഗവൺമെന്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനും ഈ ഫണ്ട് യൂസ് ചെയ്യാം, വിച്ച് ഈസ് ഫോറസ്റ്റ് കാർബൺ പാർട്ണർഷിപ്പ് ഫെസിലിറ്റീസ്. ആൻഡ് UN RED+ പ്രോജക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് ഞാൻ പറഞ്ഞു UN RED+, വാസോ ഫ്രെയിംവർക്ക് UN RED+. അതിൽ വരുന്ന പ്രോജക്ട്സിനാണ് എന്ത് എയിം ചെയ്യുന്നത്, ഫോറസ്റ്റ് കാർബൺ പാർട്ണർഷിപ്പ് ഫെസിലിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഫണ്ടിങ് മെക്കാനിസം എയിം ചെയ്യുന്നത്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട വേൾഡ് ബാങ്ക് ആണ് ഒന്ന്, RED+ പ്രോഗ്രാം ആണ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2008. Next is Green Climate Fund. Green Climate Fund നമ്മൾ ഡിസ്കസ് ചെയ്താണ്. We told that it's the largest dedicated multilateral climate fund. It was under the UNFCCC എന്നും പറഞ്ഞു, and it was established in 2010. And ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഗോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഫോർ അച്ചീവിംഗ് ദി 2015 പാരീസ് അഗ്രിമെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈമറ്റ് ഫൈനാൻസസിനെ മൊബിലൈസ് ചെയ്യുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണ് എന്ത് പ്ലേ ചെയ്യുന്നത്, നമ്മുടെ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് പ്ലേ ചെയ്യുന്നത്. Then you have the Global Climate Change Alliance. Global Climate Change Alliance എന്ന് പറയുന്നത് it's an initiative launched by European Union in 2007. Developing countries, particularly least developed countries, എന്ത് ചെയ്യുക, സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സിനും എന്ത് ചെയ്യുക, ഫൈനാൻസ് കൊടുക്കുക. യൂറോപ്യൻ യൂണിയനിൽ യൂഷ്വലി ഉള്ളത് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. സോ യൂറോപ്യൻ യൂണിയൻ ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് എന്താ, സോ ദാറ്റ് ദേ ക്യാൻ ഗിവ് ഫൈനാൻസ് ടു എന്തൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസ്, സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. ഇവർക്ക് എന്ത് ചെയ്യുക, ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻസസ് കൊടുക്കുക എന്നതാണ് ഇന്ത്യൻ്റെ എയിം. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് അലയൻസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് പാരീസ് അഗ്രിമെന്റ് ആണ് ഇതിന്റെയും ബേസിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ യു ഹാവ് ദി ലാസ്റ്റ് വൺ വിച്ച് ഇസ് UN ക്ലോസ്, which is UN Convention of Law on Sea. So ഈ Law on Sea എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് BBNJ. BBNJ എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ. ഇതാണ് എന്ത് BBNJയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ UN ക്ലോസും BBNJയും, UN ക്ലോസ് എന്ന് പറഞ്ഞാൽ UN Convention on the Law of Seas എന്ന് പറയും. ഇത് 1982 വന്ന UN കൺവെൻഷൻ ആണ്. ഇതിൽ പറയുന്നത് ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ റൂൾസ് റിഗാർഡിംഗ് ദി വേൾഡ് ഓഷ്യൻ ആൻഡ് സീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റൂൾസിനാണ് എന്ത് പറയുന്നത്, UN Convention on the Law of Seasൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ഇവരൊരു BBNJ എന്ന് പറഞ്ഞൊരു അഗ്രിമെന്റ് കൊണ്ടുവന്നു. എന്താണ് BBNJ? BBNJ എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. ഈ BBNJ അഗ്രിമെന്റ് ഇസ് അണ്ടർ ദി UN ക്ലോസ് and it aims to conserve and sustainably use marine biodiversity areas and area beyond national jurisdiction. അതായത് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി ബേസ് ലൈൻ. ഈ ബേസ് ലൈനിൽ നിന്ന് ഏകദേശം 12 നോട്ടിക്കൽ മൈൽസ് വരെ പോകുമ്പോൾ നമ്മൾ വി കോൾ ഇറ്റ് ആസ് ദി ടെറിട്ടോറിയൽ സീ. ബേസ് ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസ് പോകുമ്പോൾ വി കോൾ ഇറ്റ് ആസ് ദി എക്സ്ക്ലൂസീവ് എക്കോണമിക് സീ. സോ ബിയോണ്ട് ദിസ് എക്സ്ക്ലൂസീവ് എക്കോണമിക് സീ വി ഹാവ് ദി IC. സോ വി കോൾ ഇറ്റ് ആസ് ദി BBN, ദാറ്റ് ഇസ് biodiversity or beyond the national jurisdiction area. BNJ no, not BPJ, BNJ എന്ന് പറയും, which is beyond the national jurisdiction, which comprise the high seas. So ഈ ഒരു പെർട്ടിക്കുലർ ഏരിയനെ ഉള്ള ഒരു അഗ്രിമെന്റ് ആണ് എന്ത് BBNJ അഗ്രിമെന്റ്. അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താണ് ഒരു ട്രീറ്റിയാണ്, ഒരു ഇന്റർനാഷണലി ലീഗലി ബൈൻഡിങ് ട്രീറ്റിയാണ് എന്ത് BBNJ എന്ന് പറയുന്നത്. സോ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തത് 2018 ഫൈനലൈസ് ചെയ്തത് 2023 ബൈ ദി UNGA. ആൻഡ് ഈ ഒരു ഇത് 3 കാര്യങ്ങളാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ആണ്, അതായത് അവിടുത്തെ മറൈൻ ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യുക, കൺസേർവ് ചെയ്യുക എന്നുള്ളതും. സോ ഒരു മറൈൻ പ്രൊട്ടക്റ്റീവ് ഏരിയാസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നുണ്ട്. അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് 30% വരുന്ന മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ഷുഡ് ബി കൺസേർഡ് ആൻഡ് റീസ്റ്റോർഡ് ബൈ 2030 എന്നതാണ് മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദേ ഹാവ് അനദർ ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് വിച്ച് ഇസ് ഷെയറിംഗ് ഓഫ് ദി ബെനിഫിറ്റ്സ്. ഈ മറൈൻ ജനറ്റിക് റിസോഴ്സസിൽ നിന്ന് വരുന്ന ബെനിഫിറ്റ്സ് ഷുഡ് ബി ഇക്വിറ്റബിളി ഷെയർ, ഫെയർലി ആൻഡ് ഇക്വിറ്റബിളി ഇത് ഷെയർ ചെയ്യണം എന്നതാണ് ഷെയറിംഗ് ബെനിഫിറ്റ്സ് കൊണ്ട് പറഞ്ഞത്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് ആൻ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. ഒരു പെർട്ടിക്കുലർ മറൈൻ ഏരിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് ആൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി അവിടെ കണ്ടക്ട് ചെയ്തിരിക്കണം എന്ന് ഏതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷനിൽ പറയുന്നുണ്ട്. സോ ദാറ്റ്സ് വാട്ട് UN ക്ലോസ് ഇസ്, ദാറ്റ് ഈസ് വാട്ട് BBNJ. സോ UN ക്ലോസ് എന്ന് പറഞ്ഞാൽ 1982 വന്ന ഒരു കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് സീസ്, ദാറ്റ് ഈസ് ലോ ഓഫ് സീ. അതായത് എങ്ങനെ റൂൾസും ലോസും ഉണ്ടാകണം ബിയോണ്ട് ദി നാഷണൽ ജൂറിസ്ഡിക്ഷനിൽ, എങ്ങനത്തെ ലോസ് ആണ് ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ഈ
നോട്ടിക്കൽ ടെറിട്ടോറിയൽ സീ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സീയിലൊക്കെ ഉള്ള റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് എന്തിന്റെ UN ക്ലോസിന്റെ എയിം. ആൻഡ് ദേ ഇംപ്ലിമെന്റഡ് recently in 2023 agreement came which is a legally binding treaty, and it is the first one which is regarding the area beyond the national jurisdiction or the high seas, and we call it as the BBNJ. അതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് വേണം. 2, fair and equitable sharing of benefits arising from this, and the third one was an environmental impact assessment study should be conducted. So that's UN clause and BBNJ for you. So we discussed about the climate funds, we discussed what UMO is, what the climate change organizations is. Climate change organization പറഞ്ഞപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ വിട്ടു. ഒന്ന്, G0 ഗ്രൂപ്പ്സിൽ 3 എനിക്ക് ഓർമ്മയുള്ളൂ. ഐ എം നോട്ട് റിമെമ്പറിംഗ് ദി ഫോർത്ത് വൺ. ദെൻ ഞാൻ പറഞ്ഞു ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടിൽ 300 or 700 billion US dollar ആണ് ഇവർ മാറ്റി വെച്ചിരിക്കുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ജസ്റ്റ് ചെക്ക് ദോസ് 2 things. Then we didn't discuss about the conventions, treaties or agreements. So നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് is about the conventions, treaties or agreements. നമ്മളൊരു ലാസ്റ്റ് പാർട്ട് എത്തുകയാണ് ഈ പോർഷന്റെ. സോ നോക്കാം നമുക്ക്. 1971 റാംസാർ കൺവെൻഷൻ, we discussed about it. Then about the Stockholm Declaration, 1972 UN Conference on Human Environment, we discussed about that also. Then side street we discussed 1973 വന്നത്. 1979 കൺവെൻഷൻ ഓൺ ദി കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് അനിമൽസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ബോൺ കൺവെൻഷൻ. സോ ഈ ബോൺ കൺവെൻഷൻ എന്ന് പറയുന്നത് 1917 വന്ന ഒരു ഇന്റർനാഷണലി ലീഗലി ബൈൻഡിങ് ട്രീറ്റി ആണ്. എന്താണ് ഇത് എയിം ചെയ്യുന്നത്? ടെറസ്ട്രിയൽ ആയിട്ടുള്ള, ഏവിയൻ ആയിട്ടുള്ള, മറൈൻ ആയിട്ടുള്ള, അക്വാട്ടിക് എൻവയോൺമെന്റിലുള്ള സകലമാന വൈൽഡ് സ്പീഷീസ് ഓഫ് ഫോണ ആൻഡ് ഫ്ലോറ, പെർട്ടിക്കുലർലി എന്താണ് മൈഗ്രേറ്ററി സ്പീഷീസിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് എന്തിന്റെയും കൺവെൻഷൻ ഓൺ ദി കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് അനിമൽസ്, അല്ലെങ്കിൽ ബോൺ കൺവെൻഷൻ. യുഎന്റെ സഹായത്തോടെ, യുഎന്റെ ഹെൽപ്പോട് കൂടി വന്ന ഒരു കൺവെൻഷൻ ആണ് ഈ 1979 കൺവെൻഷൻ എന്ന് പറയുന്നത്. Then you have the Nairobi Declaration which happened in 1997. നമ്മൾ പറഞ്ഞായിരുന്നു യുഎന്റെ റോളും ഫംഗ്ഷൻസും എടുത്തു പറഞ്ഞ ഒരു ട്രീറ്റ്, ഒരു ഡിക്ലറേഷൻ ആണ് എന്ത് നൈറോബി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. 1985 you have a Vienna Convention for the Protection of Ozone Layer. So ozone depleting ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഏതാണെന്ന് വിയന്ന കൺവെൻഷൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സോ വിയന്ന കൺവെൻഷൻ ഒരിക്കലും ഒരു ലീഗലി ബൈൻഡിങ് ട്രീറ്റി അല്ല, അത് കൺവെൻഷൻ ആണ്. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഏത്, ക്ലോറിനും ബ്രോമിനും വരുന്ന ഏതൊക്കെ കോമ്പൗണ്ട്സ് ഉണ്ടോ അതൊക്കെ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. സോ അങ്ങനെയാണ് അതിൽ പറയുന്നത്. സോ ആൻഡ് അതിൽ പറയുന്ന കാര്യങ്ങൾ HCFCs, CL6, അതുപോലെ CFCs, ഇതൊക്കെ എന്താണ്, SF6, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മുടെ ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്നാണ് ഇതിൽ പറഞ്ഞത്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പതുക്കെ ഫേസ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു ലീഗലി ബൈൻഡിങ് ട്രീറ്റി അല്ല. അതിനൊരു പ്രോട്ടോകോളും അതിനൊരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആക്കി മാറ്റുന്നത് എപ്പോഴാണ്, നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 നടക്കുന്ന മോൺട്രിയൽ പ്രോട്ടോകോളിലാണ് അതിനൊരു ലീഗലി ബൈൻഡിങ് സ്റ്റാറ്റസ് കൊടുക്കുന്നത്. സോ അവിടെ എന്താണ് പറയുക, അവിടെ കൺട്രീസിനകത്ത് പറയാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള HCFCs ആയാലും CFCs ആയാലും ബ്രോമിൻ അല്ലെങ്കിൽ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് വി ഹാവ് ടു ഫേസ് ഔട്ട് കംപ്ലീറ്റ്ലി, എങ്കിൽ മാത്രമേ ഓസോൺ ഡിപ്ലീഷനെ തടയാൻ പറ്റൂ എന്നാണ് എന്തിൽ പറയുന്നത്, മോൺട്രിയൽ പ്രോട്ടോകോൾ. സോ കൺട്രീസ് ഡിസൈഡഡ് ഓക്കെ വി വിൽ റെഫ്രിജറൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്തതിന് ഈ CFCസും HCFCസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഫേസ് ഔട്ട് ചെയ്യാം. വി വിൽ ബി സ്റ്റാർട്ടിങ് യൂസിങ് HFCs, കാരണം ഹൈഡ്രോഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്തല്ല, ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ല. ക്ലോറിനും ബ്രോമിനും ആണ് എന്താ, ഒരു ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഫ്ലൂറിൻ ഇസ് നോട്ട് ആൻ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്. സോ വി വിൽ യൂസ് വാട്ട് നൗ, വി വിൽ യൂസ് ഫ്ലൂറിൻ, ഹൈഡ്രോഫ്ലൂറോ കാർബൺ സബ്സ്റ്റൻസസ്, നമ്മൾ ഓസോൺ സബ്സ്റ്റൻസസ് നമ്മൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ദാറ്റ് അത് എന്താണ്, അതൊരു ഓസോൺ ഡിപ്ലീറ്റിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്തല്ല, നമുക്കത് ഫേസ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സോ 1987 ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറയാം, കിഗാലി അമെൻമെന്റ് പ്രോട്ടോകോൾ വരുന്നുണ്ട്. കിഗാലി അമെൻമെന്റ് ടു മോൺട്രിയൽ പ്രോട്ടോകോൾ 2016 വരുന്നുണ്ട്. ഈ കിഗാലി അമെൻമെന്റ് ടു മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താ പറയുന്നത്, അവർ പറയുന്നത് യെസ് നമ്മുടെ HFCs എന്ന് പറയുന്നത് ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആയിരിക്കില്ല, പക്ഷെ ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യുക, ഫേസ് ഔട്ട് ചെയ്തേ പറ്റൂ. കാരണം കൺട്രീസ് ഒക്കെ എന്ത് ചെയ്യും, സ്വിച്ച് ടു CFC സ്വിച്ച് ടു വാട്ട്, HCFC. സോ HCFC എന്ന് പറയുന്നത്, HCFC അല്ല HFC എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിലും അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് പൊട്ടൻഷ്യൽ ഉള്ള സബ്സ്റ്റൻസ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇതിനെയും ഫേസ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിഗാലി അമെൻമെന്റ് ടു മോൺട്രിയൽ പ്രോട്ടോകോൾ കൊണ്ടുവന്നു. അങ്ങനെ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിഗാലി അമെൻമെന്റ് ടു മോൺട്രിയൽ പ്രോട്ടോകോൾ വിച്ച് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ 2016. സോ ബാക്ക്
1987 സോ നമ്മൾ വിയന്ന കൺവെൻഷൻ എന്താന്ന് നോക്കി, മോൺട്രിയൽ പ്രോട്ടോകോൾ നോക്കി, കിഗാലി അമെൻമെന്റ് ടു മോൺട്രിയൽ പ്രോട്ടോകോൾ നോക്കി. 1987 അവർ കോമൺ ഫ്യൂച്ചർ റിപ്പോർട്ട് ഓഫ് ദി വേൾഡ് കമ്മീഷൻ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് എന്ന് പറയും. ദിസ് എന്താണ്, ഒരു അടിത്തറ പാകിയ എന്തിന്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് ഒരു അടിത്തറ പാകിയ ഒരു റിപ്പോർട്ടാണ് ഇത് നമ്മുടെ അവർ കോമൺ ഫ്യൂച്ചർ അല്ലെങ്കിൽ ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് 1987 പുറത്തിറങ്ങിയ റിപ്പോർട്ട്. Then you have the 1989, which is the Basel Convention on the Control of Transboundary Movements of Hazardous Waste and Their Disposal. ഇതിൽ പറയുന്നത് ഏകദേശം 1980s ആയപ്പോഴത്തേക്കും ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് എന്ത് ചെയ്തു എന്ന് തുടങ്ങിയാൽ ദി സ്റ്റാർട്ടഡ് ഡംപിങ് ദിസ് ഹസാർഡസ് വേസ്റ്റ് ഇൻ ടു ആഫ്രിക്ക ഓർ ദി ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. ബേസിക്കലി ആഫ്രിക്കയിലോട്ടാണ് ഇവർ ഡംപ് ചെയ്യാൻ തുടങ്ങിയത്. സോ at the beginning of the 1980s തന്നെ നമുക്ക് മനസ്സിലായി റിപ്പോർട്ട്സ് were coming out that hazardous waste were dumped and it was causing health issues in these particular nations. So അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അത് തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ട്രീറ്റിയാണ് 1989 കൊണ്ടുവന്ന ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്, ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് ഓഫ് ഹസാർഡസ് വേസ്റ്റും ഡിസ്പോസൽസും എന്ത് ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനാണ്. അതായത് ഒരു പരിധി വിട്ട് ആരും കൊണ്ടുപോയിട്ട് തങ്ങളുടെ വേസ്റ്റ് അപ്പുറത്തെ കൺട്രി കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുന്നതിനെ തടയുക എന്നുള്ളൊരു എയിമിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1989 ബേസൽ കൺവെൻഷൻ വിച്ച് ഇസ് എ ലീഗലി ബൈൻഡിംഗ് ട്രീറ്റി കൊണ്ടുവരുന്നത്. ആൻഡ് ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഈ ഹസാർഡസ് വേസ്റ്റിൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി 1989 ബേസൽ കൺവെൻഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ദി 1992 അജണ്ട 21 നമ്മൾ ഡിസ്കസ് ചെയ്തു, UNFCCC നമ്മൾ ഡിസ്കസ് ചെയ്തു, CBT ഡിസ്കസ് ചെയ്തു, Kyoto Protocol we discussed. Then we have the 1996 Joint Convention on the Safety of Spent Fuel Management and the Safety of Radioactive Waste Management. So ഇവിടെയാണ് എന്തിന്റെ പറയുന്നത്, regarding the disposal and the safe use of the radioactive waste management. Radioactive waste management എങ്ങനെ അതിന്റെ സേഫ് ഹാൻഡ്ലിംഗ് ആണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ്, ഒരു കൺവെൻഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ 1997 ഈ കൺവെൻഷൻ എന്ന് പറഞ്ഞത്. Also talking about the safety of spent fuel management. So ഇത് ഒരു ലീഗലി ബൈൻഡിംഗ് ട്രീറ്റി ആണ്, ഇന്ത്യ ഇതിലെ മെമ്പറും ആണ്. ആൻഡ് ഇതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് IAEA ആണ്, ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും നോക്കുന്നത്. ഓക്കെ, then you have the 1998 റോട്ടർഡാം കൺവെൻഷൻ എന്ന് പറയും, അല്ലെങ്കിൽ prior informed consent procedure for certain hazardous chemicals and pesticides in international trade. ഇതിൽ വേറൊന്നും അല്ല പറയുന്നത്, പ്രയോർ ആയിട്ട് ഇൻഫോം ആയിട്ട് കൺസെന്റ് കിട്ടിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതായത് നിങ്ങൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് ഹസാർഡസ് ആയിട്ടുള്ളൊരു കെമിക്കല് ഒരു കൺട്രി ഇമ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുകയോ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് കൺട്രിയിലിന് മുമ്പ് അറിയിച്ച് അവരുടെ കൺസെന്റ് കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് free flow of information regarding the exchange of information between the countries happens regarding what? Regarding this hazardous chemicals exchange. അതിനാണ് എന്ത്, ഒരു ഓപ്പൺ ചാനൽ, കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാക്കുക എന്നതാണ് എന്തിന്റെ എയിം, നമ്മുടെ റോട്ടർഡാം കൺവെൻഷന്റെ എയിം എന്ന് പറയുന്നത്, which happened in 1998. Then you have the Cartagena Protocol on Biosafety, UNCBD പഠിച്ചപ്പോൾ നമ്മൾ we discussed about it. Then you have the Convention on Persistent Organic Pollutant, we discussed dirty dozens in it, ഏത് ഡയോക്സിൻസ് പറഞ്ഞു, പിന്നെ TDT പറഞ്ഞു. ഇതൊക്കെ എന്തിലാണ്, സ്റ്റോക്ക്ഹോം കൺവെൻഷനിലെ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിൽ വരുന്നതാണ്. Then 2010 Nagoya Protocol on access to genetic resources and fair and equitable sharing of benefits arising from their utilization regarding the CBD. Then you have the Rio Plus 20 നടന്ന കാര്യം 2012. 2013 മിനാമാറ്റ കൺവെൻഷൻ റിഗാർഡിംഗ് മെർക്കുറി, മീഥൈൽ മെർക്കുറി ആണ് നമ്മുടെ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയ മിനാമാറ്റ കോസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. 2030 എന്താണ് എന്ന് പറഞ്ഞു, ഫേസിംഗ് ഔട്ട് ഓഫ് ദി മെർക്കുറി മൈൻസ്. Then you have the 2015 Paris Agreement which will replace the Kyoto Protocol എന്ന് പറഞ്ഞു. കാരണം Kyoto Protocol ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന്റെ ആയിരുന്നു. പാരിസ് അഗ്രിമെന്റിൽ we had an regarding 1.5 degrees Celsius is an ideal condition or 2 degrees Celsius എന്നുള്ള ഒരു പുതിയൊരു ഗോൾ നമ്മൾ കൊണ്ടുവന്നു. 2016 Kigali Amendment to Montreal Protocol which we discussed, and in 2022 you have the latest one which is the Kunming-Montreal Protocol which established the global biodiversity framework. നമ്മൾ CBD പറഞ്ഞപ്പോൾ 15th COP നടന്നതാണ് നമ്മുടെ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക്. അതിന്റെ വേറൊരു പേരാണ് Kunming-Montreal Protocol. എന്താണ്, 30% ഓഫ് ദി ലാൻഡിന്റെ നാച്ചുറൽ ലാൻഡിനെ റീസ്റ്റോർ ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, അതിന്റെ ഡിഗ്രഡേഷൻ ഹോൾട്ട് ചെയ്യുക ബൈ 2030 എന്നുള്ളതായിരുന്നു എന്തിന്റെ എയിം, Kunming-Montreal Protocolന്റെ എയിം. ഇറ്റ് ഹാവ് 23 ടാർഗറ്റ്സ് ഉണ്ട്, 23 ടാർഗറ്റ്സ് ആൻഡ് which should be achieved by 2030. 2030 ആകുമ്പോൾ അച്ചീവ് ചെയ്യേണ്ട 23 ടാർഗറ്റും അതിൽ ഒന്നാണ് ഈ ലാൻഡ് ഡിഗ്രഡേഷൻ തടയുക. പിന്നെ റീസ്റ്റോർ ചെയ്ത ലാൻഡ് 30x30 റീസ്റ്റോർ ചെയ്തിട്ടുള്ള ലാൻഡ് 2030 ആകുമ്പോഴത്തേക്കും റീസ്റ്റോർ ഡിഗ്രേഡ് ആയിട്ടുള്ള ലാൻഡ് 2030 ആകുമ്പോഴത്തേക്കും റീസ്റ്റോർ ചെയ്യുക. അങ്ങനെ പറഞ്ഞ് കുറേ അധികം എന്താണ്
ടാർഗറ്റ്സ് ഉണ്ട് വിച്ച് ഇസ് ടു ബി അച്ചീവ് ബൈ 2030 ആൻഡ് അച്ചീവ് ഹാർമണി ബൈ 2050 എന്നുള്ളത് 4 പ്രത്യേക ഗോൾസ് ഉണ്ട്. ഈ 4 ഗോൾസ് ഷുഡ് ബി അച്ചീവ്ഡ് ബൈ 2050 എന്നതാണ് കുൻമിങ് മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ എയിം. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GEFന്റെ കീഴിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയിലാണ്. സോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ കീഴിൽ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മുടെ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനാൻഷ്യൽ മെക്കാനിസം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് 2022 കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് ഫോർ യു. നമ്മൾ കൺവെൻഷൻസ് നോക്കി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺവെൻഷൻസ് നോക്കി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റീസ് നോക്കി, ക്ലൈമറ്റ് ഓർഗനൈസേഷൻസ് നോക്കി, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, UN ക്ലോസ് നോക്കി, BBNJ അഗ്രിമെന്റ് നോക്കി, ആൻഡ് എൻവയോൺമെന്റ് ഓർഗനൈസേഷൻസ് നമ്മൾ നോക്കി. സോ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വി കം ടു ദി ക്വസ്റ്റ്യൻസ്, വി ഡിസ്കസ് ദി ക്വസ്റ്റ്യൻസ് ആൻഡ് ദെൻ നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. വി വിൽ കണ്ടിന്യൂ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. സോ നമുക്ക് ഈ ക്ലാസ്സിൽ ഇനി നോക്കേണ്ടത് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റീസെന്റ് ഓൾ കൺട്രീസ് ഓഫ് ദി UN അഡോപ്റ്റഡ് ദി ഫസ്റ്റ് എവർ കോമ്പാക്ട് ഫോർ ഇന്റർനാഷണൽ മൈഗ്രേഷൻ, ദ ഗ്ലോബൽ കോമ്പാക്ട് ഫോർ സേഫ്, ഓർഡർലി ആൻഡ് റെഗുലർ migration. Objective and commitment stated in the GCM are binding on the UN members. GCM address internal migration or internally displaced people also in its objective. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഗ്ലോബൽ കോമ്പാക്ട് ഫോർ സേഫ്, ഓർഡർലി ആൻഡ് റെഗുലർ മൈഗ്രേഷൻ ആണ്. അതൊരു ഇന്റർനാഷണലി ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ളൊരു ട്രീറ്റിയാണ്. അതൊരു ഫസ്റ്റ് ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് വിച്ച് കവർ എവറി ഡയമെൻഷൻസ് ഓഫ് വാട്ട് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. ഇന്റർനാഷണൽ മൈഗ്രേഷനെ കുറിച്ചാണ് അത് ഡീൽ ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഡീലിംഗ് അബൌട്ട് ദി ഇന്റേർണൽ മൈഗ്രേഷൻ. ഇന്റേർണൽ മൈഗ്രേഷൻ അല്ല, എല്ലാ ആംഗിൾ റിഗാർഡിംഗ് ദ ഇന്റർനാഷണൽ മൈഗ്രേഷൻ. ആൻഡ് ഇതൊരു ആദ്യമായിട്ട് വന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ട്രീറ്റിയാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ബൈൻഡിങ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അതൊരു ലീഗലി ബൈൻഡിംഗ് ആയിട്ടുള്ള ട്രീറ്റിയാണ്. ഇന്റേർണൽ മൈഗ്രേഷനെ കുറിച്ച് അത് പറയുന്നില്ല. ആൻഡ് എല്ലാ കൺട്രീസും UN have adopted the first ever compact for international migration. അതും ശരിയാണ്. കാരണം adopted in the international conference on Marrakesh and it was adopted by almost everyone. So B ആണ് 90യുടെ ആൻസർ എന്ന് പറയുന്നത്. Okay, then we have UN ക്ലോസ് വന്നിട്ടുണ്ട്. UN ക്ലോസിൽ നോക്കാം. A coastal state has the right to establish the breadth of territorial sea up to a limit not exceeding 12 nautical miles. നമ്മൾ പറഞ്ഞു territorial sea വരുന്നത് 12 nautical miles വരെയാണ്. സോ അത് കറക്റ്റ് ആണ്. Then ship of all states whether coastal or landlocked enjoy the right of innocent passage through the territorial sea. Innocent passage എന്നുള്ള റൈറ്റ് നമ്മുടെ UN ക്ലോസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് the exclusive economic zone shall not extend beyond the 200 nautical miles from the baseline from which the breadth of the നമ്മൾ നോക്കിയതാണ്. ടെറിട്ടോറിയൽ ബേസ് ലൈനിൽ നിന്ന് 200 nautical miles വരെയാണ് എന്ത് വരുന്നത്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ വരുന്നത്. സോ ദി ആൻസർ വിൽ ബി ഡി ആണ് ഉത്തരം വരുന്നത്, വിച്ച് ഇസ് 1, 2 and 3. Then നോക്കുക G20 ഏഷ്യൻ ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ. ന്യൂയോർക്ക് ഡിക്ലറേഷൻ ഓൺ ഫോറസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ന്യൂയോർക്ക് ഡിക്ലറേഷൻ ഓൺ ഫോറസ്റ്റ്. പക്ഷെ നോക്കാം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇറ്റ് വാസ് ഫസ്റ്റ് എൻഡോസ്ഡ് അറ്റ് ദി UN ക്ലൈമറ്റ് സബ്മിറ്റ് ഇൻ 2014. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ വി ഡോണ്ട് നോ വെദർ ദിസ് ഇസ് റൈറ്റ് ഓർ റോങ്. ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇറ്റ് എൻഡോസ് എ ഗ്ലോബൽ ടൈം ലൈൻ ടു എൻഡ് ദി ലോസ് ഓഫ് ഫോറസ്റ്റ്. ആയിരിക്കുമല്ലോ, കാരണം ന്യൂയോർക്ക് ഡിക്ലറേഷൻ ഓൺ ഫോറസ്റ്റ് എന്തോ ഒരു ഡിക്ലറേഷൻ ആണ്. സോ ലോസ് ഓഫ് ഫോറസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കുഡ് ബി റൈറ്റ് അല്ലേ. സെക്കൻഡ് നമ്മൾ ശരിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് എ ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ഡിക്ലറേഷൻ. നമുക്ക് അറിയില്ല ഇതൊരു ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ഡിക്ലറേഷൻ ആണോ അല്ലയോ എന്നുള്ളത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വായിക്കുക. ഇറ്റ് ഈസ് അഗെയിൻ എൻഡോസ്ഡ് ബൈ ഗവൺമെന്റ്, ബിഗ് കമ്പനീസ് ആൻഡ് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി. സോ സെക്കൻഡും ഫോറും നമുക്ക് ശരിയാക്കി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഇന്ത്യ വാസ് വൺ ഓഫ് ഇറ്റ്സ് സിഗ്നേറ്ററീസ് അറ്റ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. അങ്ങനെ നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. നമ്മൾ UPSC ആണ് പഠിക്കുന്നെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇഫ് ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. നമ്മൾ ഇന്ത്യയെക്കുറിച്ച് കേട്ടിട്ടില്ല. സോ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായിട്ട് എടുക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബിയും ഡിയും വെട്ടും, ദെൻ എയും സിയും ആണുള്ളത്. പക്ഷെ നമ്മൾ ഫോർത്ത് നമുക്ക് ശരിയാണെന്ന് ഉറപ്പാണ്. സെക്കൻഡ് നമ്മൾ ശരിയാക്കി എടുത്തായിരുന്നു. സോ വിൽ ഗോ വിത്ത് 24, 1, 2 and 4. കാരണം നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അറിയില്ല, പക്ഷെ തേർഡ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് റിഗാർഡിംഗ് ലീഗലി ബൈൻഡിങ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാം. ഇതൊരു ഡിക്ലറേഷൻ ആണ്. ഡിക്ലറേഷൻ may not be a legally binding one. So അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്തിരിക്കുന്നത്. Then you have the 56th question which tells about Global Ocean Commission grant license for seabed exploration and mining in international water. അല്ല, ഇന്റർനാഷണൽ സീബെഡ് എക്സ്പ്ലോറേഷനും മൈനിങ്ങിനും കൊടുക്കുന്ന ട്രീറ്റ് കൊടുക്കുന്നത് ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിയാണ്. ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി എന്ന് പറയുന്നത് UN ക്ലോസിന്റെ കീഴിൽ തന്നെ 1982 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി. സോ ആർക്കെങ്കിലും ഏതെങ്കിലും രാജ്യത്തിന് എവിടെ സീബെഡിൽ പോയി മൈൻ ചെയ്യണം അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? ISAയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ ഡു ദാറ്റ്. സോ ഇതൊരു ഓഷ്യൻ കമ്മീഷൻ ആണ്, ഗ്ലോബൽ ഓഷ്യൻ കമ്മീഷൻ അല്ല അത് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
India has received licenses for seabed exploration in ഇന്റർനാഷണൽ വാട്ടർ. ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യൻ ഓഷ്യനിലൊക്കെ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പോളിമെറ്റാലിക് നോഡ്യൂൾസ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Rare earth minerals are present on seafloor in international water. അതും എന്താണ്, കറക്റ്റ് ആണ്. സോ the answer will be 2 and 3. Then 97th question നോക്കുക. UN Capital Development Fund and Arbor Day Foundation have recently recognized Hyderabad as the 2020 Tree City of the World. സോ ഇതാണ് ട്രീ സിറ്റി ഓഫ് ദി വേൾഡിന്റെ ലോഗോ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് FAO ഒന്ന് ആർബർ ഡേ ഫൗണ്ടേഷൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന UN ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 എന്ന് തരുമ്പം ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ല, ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും, രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റില്ല. കാരണം ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല, രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കും. നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് UNCDF-ഉം ആർബോറും അറിയില്ല, ഇത് രണ്ടിനെയും കുറിച്ച് അറിയില്ല. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഹൈദരാബാദ് വാസ് സെലക്ടഡ് ഫോർ റെക്കഗ്നിഷൻ ഫോർ ഇയർ ഫോളോയിങ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് ടു ഗ്രോ ആൻഡ് മെയിൻറ്റെയിൻ ദി അർബൻ ഫോറസ്റ്റ്. ഹൈദരാബാദ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫോർ ദിസ് പെർട്ടിക്കുലർ പർപ്പസ്. ഇത് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചേ പറ്റൂ. സോ ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റും. സോ FAO ആണ് ആർബർ ഡേ ഫൗണ്ടേഷൻ ആണ് ട്രീ സിറ്റീസ് ഓഫ് ദി വേൾഡിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്നറിയാമെങ്കിൽ you can easily come to the option as D. If not, it will be a difficult choice for you. Next one will be 2020 ചോദ്യമാണ് ഇനി അടുത്തത്. ഇതിൽ കുറേ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ പർട്ടിക്കുലർ ഇത് നമ്മളെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, നമ്മളെ തേർഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തലനോവ ഡയലോഗ് ഗ്ലോബൽ ക്ലൈമറ്റ് UNFCC പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്ത്, തലനോവ ഡയലോഗ്. സോ നമുക്കറിയാം ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്കറിയാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ Aയും Bയും പോവും. ദെൻ ഹേഗ് കൺവെൻഷൻ ഇസ് റിഗാർഡിംഗ് ദി എന്താണ് പ്രോസിക്യൂഷൻ ഓഫ് ദി വാർ ക്രൈംസും അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു എന്താണ് കൺവെൻഷൻ ആണ് ഹേഗ് കൺവെൻഷൻ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ കംസ് ടു C, അണ്ടർ ടു കോalitionും എന്ത് തന്നെയാണ്, അണ്ടർ ടു കോalitionും ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് വന്ന് NDC നമ്മൾ അണ്ടർ ടു കോalition പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു. അണ്ടർ ടു കോalition എന്താണ്, ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് തന്നെ വന്ന ഒരു ഓർഗനൈസേഷൻ വിച്ച് ഇസ് ഡൺ ബൈ ക്ലൈമറ്റ് ആക്ഷൻ. ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അണ്ടർ ടു കോalition ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഉത്തരം എന്താണ്, 10 C ആണ്, 1 and 3. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് അലയൻസ് യൂറോപ്യൻ യൂണിയൻ്റെ ഇനിഷ്യേറ്റീവ് ആണ് നമ്മൾ പഠിച്ചായിരുന്നു. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ടു ടാർഗറ്റഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ടു ഇന്റഗ്രേറ്റ് climate change into their development by policies and budget. It is coordinated by World Resource Initiative and WBCSD. അല്ല, 1 and 2 ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. Then you have 2015 UNFCC ആണ് പറഞ്ഞിരിക്കുന്നത്. ദി അഗ്രിമെന്റ് വാസ് സൈൻ ബൈ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി UN. എല്ലാ മെമ്പേഴ്സും UNFCCയിലെ എല്ലാ മെമ്പേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, പാരീസ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ഗോ ഇൻ എഫക്ട് ഇൻ 2017. അല്ല, 2015 വന്നു, 2014 ഇത് എഫക്റ്റീവ് ആകുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദി അഗ്രിമെന്റ് എയിംസ് ടു ലിമിറ്റ് ദി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ rise in average by the end of century. It does not exceed 2 degrees Celsius or even 1.5 degrees Celsius. Correct ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസ് അക്നോളജ് ദർ ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് കമ്മിറ്റഡ് ടു ഡൊണേറ്റ് 1000 billion. അവർ ആകെ ഡൊണേറ്റ് ചെയ്യാൻ പറയുന്നത് $100 billion ആണ്, പക്ഷെ അത് 2015 അല്ല പറഞ്ഞത്. ആൻഡ് അത് എന്താണ്, അത് അവർ നിറവേറ്റിയതുമില്ല. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഉത്തരം 97 will be B. Then you have the economics of ecosystem and biodiversity. ഇതിന്റെ ഇനിഷ്യേറ്റീവ് is done by UNEP, IMF and World Economic Forum എന്നാണ് പറയുന്നത്. It is a global initiative that focus on drawing attention to the economic benefits of biodiversity. ടീപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, അതാണ് എൻ്റെ എയിം എന്നുള്ളത്. The presence and approach that can help decision makers. ഇതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 2ഉം 3ഉം ശരിയാണെന്ന് നമുക്കറിയാം. വി കം വിത്ത് 2. 3 പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ 3 അല്ല അത് ചെയ്തിരിക്കുന്നത്. അതൊരു NGO ആണ്, അതൊരു ഓർഗനൈസേഷൻ്റെ ഇതാണ്. സോ ഇതിന് ഗവൺമെന്റിൽ എനിക്ക് UN-ആയിട്ട് ഒരു ബന്ധവും ഇല്ല. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് C ആണ്. Then you have 54 UN RED+ പ്രോഗ്രാം ആണ്. അത് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട്? 1 പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, 2 റിസൈലിയൻസ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, 3 പോവേർട്ടി റിഡക്ഷൻ. ഇത് 3ഉം UN RED+ പ്രോഗ്രാം കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നുണ്ട്. സോ ആൻസർ വിൽ ബി D. 54 D ആയിരിക്കും ആൻസർ. Then അജണ്ട 21 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോട്ടോകോൾ. ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് ടൂൾ ഫോർ ഗവൺമെന്റ് ആൻഡ് ബിസിനസ് ലീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്, ക്വാണ്ടിഫൈ ആൻഡ് മാനേജ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. അതാണ് അതിന്റെ ഉത്തരം വരുന്നത്. RED+ന്റെ ഒരു ഇനിഷ്യേറ്റീവ് അല്ല ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇനിഷ്യേറ്റീവ് വിച്ച് ഈസ് ഇന്റർ ഗവൺമെന്റൽ അഗ്രിമെന്റ് വിച്ച് ഈസ് ratified by all the member countries and specified levels by the year 2022. അല്ല, it is an initiative of UN to offer financial incentivize കൊടുക്കുന്നത് എന്തിനാണ്? to reduce greenhouse and adopt UN RED+ലാണ് വീണ്ടും ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊടുക്കുന്നത്. സോ 55ന്റെ ആൻസർ എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, പിന്നെ വരുന്നത്
നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. UNCCD നമ്മൾ ഡിസ്കസ് ചെയ്തു. വി ഡിസ്കസ്ഡ് അബൌട്ട് ബയോ കാർബൺ ഫണ്ട് ഇനിഷ്യേറ്റീവ്. അത് കഴിഞ്ഞ് നമുക്ക് പോകുന്നത് നമ്മൾ 12ാമത്തെ ചോദ്യം. IUCN സൈറ്റ്സും ആണ്. നമ്മൾ IUCN സൈറ്റ്സിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. IUCN എന്ന് പറയുന്നത് ഒരു ഓർഗൻ ഓഫ് ദി UN എന്നാണ് പറഞ്ഞത്. അല്ല, IUCN എന്താണ്? ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ എന്താണ് ഒരു കൂട്ടായ്മയാണ് IUCN എന്ന് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ യു ഗെറ്റ് B ആസ് ദി ആൻസർ. 2 and 3 കറക്റ്റ്. 2 and 3 ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. IUCN run thousands of field projects around the world to better manage natural environment. കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സൈറ്റ് ഈസ് ലീഗലി ബൈൻഡിങ് ഓൺ ദി സ്റ്റേറ്റ് ദാറ്റ് ഹാവ് ജോയിൻഡ് ഇറ്റ് ബട്ട് ദിസ് കൺവെൻഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഓഫ് നാഷണൽ ലോസ്. അതും ശരിയാണ്. നമ്മൾ സൈറ്റ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഉത്തരം വരുന്നത് എന്താണ്? B, 2 and 3 ആണ്. Then we have the Green Climate Fund in 49th question. It is intended to assist the developing countries in adaptation and mitigation practices to counter climate change. അത് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇറ്റ് ഈസ് ഫൗണ്ടഡ് അണ്ടർ ദി ഏജസ് ഓഫ് UNEP, OECD, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആൻഡ് വേൾഡ് ബാങ്ക്. അല്ല, UNFCCയുടെ കീഴിലാണ് എന്ത് വരുന്നത്? ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദ ആൻസർ വിൽ ബി 49A only, 1 only. 2014 നമ്മൾ നോക്കിയായിരുന്നു എത്തവരും ബാക്കി ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റീസും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2014 തൊട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് നോക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇനിഷ്യേറ്റീവ്സും എല്ലാ റിപ്പോർട്ട്സും ഒന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദി സ്കോപ്പ് ഓഫ് ദിസ് ഡിസ്കഷൻ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഇന്നത്തെ സെഷൻ ഇവിടെ തീരുകയാണ്. താങ്ക് യു സോ മച്ച്.